മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ 2006 തൃശ്ശൂരിൽ വെച്ചാണ് അത് രൂപം കൊണ്ടത്. കലാകാരന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അന്ന് രൂപം കൊണ്ട ഒരു സംഘടനയാണ്. കേരളത്തിലെ ആദ്യത്തെ കലാകാര സംഘടന. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി 26 സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് ഇതേപോലെ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഈ സമരത്തിന്റെ പ്രചരണാർത്ഥം തന്നെ ഫെബ്രുവരി 17 കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൈകുന്നേരം 5 മണിക്ക് പ്രതിഷേധ കലാസായാഹ്നം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ ഈ സമര പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ കലാകാരന്മാർക്കും ഒരവസരവും കൂടി ക്ഷേമനിധിയിൽ കൊടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. അതുപോലെ തന്നെ പെൻഷൻ 4000 രൂപയാണ് ഇപ്പോൾ ക്ഷേമനിധി പെൻഷൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 5000 രൂപയാക്കണം എന്നുള്ളതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം തന്നെയാണ്. അപ്പം ഇതുപോലുള്ള പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ സമരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടക്കുന്നത്. സംഗീതനാട അക്കാദമി മുഖാന്തരവും ഈ ക്ഷേമനിധി വരുന്നതിന് മുമ്പേയും കലാകാരന്മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് 1600. അത് ഒരു തരത്തിലും കൂട്ടിയിട്ടില്ല. ക്ഷേമനിധി വന്നതിന് ശേഷം അന്നു മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ 2 പെൻഷനും ഏകീകരിക്കണം. അതിന് 60 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കൂടി ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കണം. ഒരവസരം കൂടി അവർക്ക് കൊടുക്കണം. കാരണം ഈ ക്ഷേമനിധി വരുമ്പോൾ തന്നെ നിരവധി കലാകാരന്മാർ 60 കഴിഞ്ഞവരായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം തീരുമാനിച്ചപ്പോൾ അത് അനുവദിച്ചു. പക്ഷെ ഇതെല്ലാവർക്കും അറിയില്ല. അറിയാത്തവരൊന്നും അന്ന് ചേർന്നില്ല. പിന്നെ വീണ്ടും പ്രക്ഷോഭങ്ങൾ നടത്തിയപ്പോൾ ഒരു പ്രാവശ്യം കൂടി സമ്മതിച്ചു. അത് കേവലം 3 മാസക്കാലത്തേക്കാണ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ തന്നെ ആളുകൾ ചേരാൻ പറ്റിയവരുണ്ടായില്ല. അപ്പോൾ ഒരു പ്രാവശ്യവും കൂടി അത് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ശരി അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ സെക്രട്ടറിക്ക് ഒരു ലെറ്റർ എഴുതി കൊടുത്തു. പക്ഷേ പിന്നീട് ക്ഷേമനിധി എന്ന് അറിയിപ്പ് ഒന്നും ഒരു കാരണവശാലും വർദ്ധിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഉള്ളത് തന്നെ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് എന്ന് അറിയിപ്പ് വന്നു. അതേപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ ഏകീകരിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരെയും കൂടി 60 വയസ്സ് കഴിഞ്ഞവരെ ചേർക്കാം എന്ന് പറഞ്ഞാൽ ഏകീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ക്ഷേമനിധി പെൻഷൻ തന്നെ കിട്ടും. പിന്നെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 1600 കിട്ടുന്നവരെ ഇനി ക്ഷേമനിധിയിൽ ചേർക്കുമ്പോൾ ഈ 1600 ഒഴിവാക്കിക്കൊണ്ട് 5000 കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ 1600ഉം 5000ഉം കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ ഒരുപാട് ആളുകൾ സ്കൂൾ ഓഫ് ഡ്രാമയിലും മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ പഴയ കാലത്തൊക്കെ ഒരുപാട് എക്സ്ട്രാ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഒന്നിനും ടീച്ചേഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ യുവജനോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ധാരാളം കലാകാരന്മാരെ ആവശ്യവുമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അത്തരം കലാകാരന്മാരെ സ്കൂളുകളിൽ ടീച്ചേഴ്സായി 2-3 സ്കൂളിലേക്ക് ഒരു കലാകാരനെയെങ്കിലും എന്ന രീതിയിലെങ്കിലും കലാകാരന്മാരെ സ്കൂളുകളിൽ ടീച്ചേഴ്സായി നിയമിക്കുക നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അപ്പം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നന്മ നടത്തുന്ന 3ാമത്തെ പ്രക്ഷോഭമാണിത് ഈ കാലയളവിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം ഈ പറഞ്ഞതുപോലെ 17 എല്ലാ മേഖലകളിലും, ജില്ലയിലെ മുഴുവൻ മേഖലകളിലും കലാ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കുന്നു. 26 സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും. ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർ ഒരു വർഷത്തിൽ അത് ഫെബ്രുവരിയിലാണ് ചെയ്യുക. മസ്റ്ററിങ് ചെയ്യണം. അത് ചെയ്യാൻ ചിലർ വിട്ടുപോകും. പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ ഓർമ്മയില്ലാതെ അത് വിട്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ 2 മാസത്തെയൊക്കെ പെൻഷൻ കിട്ടാത്തവരുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയാലും അവരത് ചെയ്തു കഴിഞ്ഞാൽ ആ ഡ്യൂ അടക്കം അടുത്ത പെൻഷൻ്റെ കൂടെ അയച്ചു കൊടുക്കണം എന്നാണ് ഒരാവശ്യം.
ഇനി ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കലാകാരന്മാർക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ, പെൻഷനോ ക്ഷേമനിധിയോ ഒന്നും നൽകുന്നില്ല. അത് ഈ കേരളത്തിൽ മാത്രമാണ്. അത് വെറുതെ കേരളത്തിലെ കലാകാരന്മാരും ജോറാന്ന് അതുകൊണ്ട് കൊടുത്തേക്ക എന്നുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് തോന്നിയിട്ട് തന്നതല്ല. ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം നിരന്തരമായി സെക്രട്ടറി പടിക്കലൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. VS പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് VS ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ ആ കാലം മുതലേ സമരവും കാര്യമൊക്കെ നടത്തിയിട്ട് നേടിയെടുത്ത ഒരു ആനുകൂല്യമാണ് ഈ പെൻഷനും ക്ഷേമനിധിയും. അത് ഇപ്പോൾ പറഞ്ഞ അതനുസരിച്ച് നമുക്ക് നീട്ടിത്തരണം അല്ലെങ്കിൽ ഉയർത്തിത്തരണം എന്നുകൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്.